ലേണേഴ്സ് ചോദ്യാവലിൻ്റെ ലെവൽ 17 ആണ് ഇനി നോക്കുന്നത്. 19 ക്വസ്റ്റ്യൻ ആണ് ഇതിലുള്ളൂ. റോഡിന് സമാന്തരമായി പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. പാർക്കിംഗ് സ്ഥലത്ത് മുന്നിലുള്ള വാഹനവുമായി നേർരേഖയിലാക്കുക, കണ്ണാടികളും ബ്ലൈൻഡ് സ്പോട്ടുകളും പരിശോധിക്കുക, പാർക്ക് ചെയ്യുന്നതിന് മുൻപ് സിഗ്നൽ നൽകുക, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ മുകളിൽ പറഞ്ഞവ എല്ലാം. അടുത്ത ചോദ്യം നോക്കാം. MSM തത്വത്തിൻ്റെ ശരിയായ പ്രവർത്തന ക്രമം എന്താണ്? ഓപ്ഷൻസ് നോക്കാം. സിഗ്നൽ, മാനുവർ, മിറർ, മിറർ, സ്പീഡ്, മാനുവർ, മിറർ, സിഗ്നൽ, മാനുവർ, സിഗ്നൽ, മിറർ, മാനുവർ. ആൻസർ മിറർ, സിഗ്നൽ, മാനുവർ. അടുത്ത ചോദ്യം നോക്കാം. MSM കാര്യക്രമത്തിൻ്റെ ഭാഗമായി എപ്പോഴാണ് നിങ്ങളുടെ കണ്ണാടികൾ പരിശോധിക്കേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. പാത മാറുമ്പോൾ മാത്രം, സിഗ്നൽ നൽകുന്നതിനും എന്തെങ്കിലും പ്രവർത്തനം നടത്തുന്നതിനു മുൻപ്, സിഗ്നൽ നൽകിയ ശേഷം, വളവ് വളഞ്ഞതിന് ശേഷം. ആൻസർ സിഗ്നൽ നൽകുന്നതിനും എന്തെങ്കിലും പ്രവർത്തനം നടത്തുന്നതിനു മുൻപ്. അടുത്ത ചോദ്യം. ഇനി പറയുന്നവയിൽ ഏതാണ് PSL കാര്യക്രമത്തെ നന്നായി വിവരിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. പൊസിഷൻ സ്പീഡ് ലുക്ക്, പൊസിഷൻ സിഗ്നൽ ലുക്ക്, പൊസിഷൻ സ്പീഡ് മാനുവർ, പൊസിഷൻ സ്പീഡ് മിറർ. ആൻസർ പൊസിഷൻ സ്പീഡ് ലുക്ക്. അടുത്ത ചോദ്യം. PSL കാര്യക്രമത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപ് പരിശോധിക്കേണ്ട പ്രധാന കാര്യം എന്താണ്? ഓപ്ഷൻസ് നോക്കാം. നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത മാത്രം, റോഡിൻ്റെ സ്ഥാനവും വേഗതയും കണ്ണാടികളും, നിങ്ങളുടെ ബ്ലൈൻഡ് സ്പോട്ടുകൾ മാത്രം, നിങ്ങളുടെ പുറകിലെ കാർ. ആൻസർ റോഡിൻ്റെ സ്ഥാനവും വേഗതയും കണ്ണാടികളും. അടുത്ത ചോദ്യം. ഇടത്തേക്ക് തിരിയാൻ നിങ്ങൾ ഒരു ജംഗ്ഷനെ സമീപിക്കുകയാണ്. MSM കാര്യക്രമം അനുസരിച്ച് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. ഇടത്തേക്ക് സിഗ്നൽ ചെയ്യുക, തുടർന്ന് മിററുകൾ പരിശോധിച്ച് തിരിയുക, ഇടത്തേക്ക് സിഗ്നൽ നൽകി ഉടൻ തിരിയുക, തിരിഞ്ഞതിന് ശേഷം കണ്ണാടികളും ബ്ലൈൻഡ് സ്പോട്ടുകളും പരിശോധിക്കുക, മിററുകൾ പരിശോധിക്കുക, ഇടത്തേക്ക് സിഗ്നൽ ചെയ്യുക, തുടർന്ന് തിരിയുക. ആൻസർ മിററുകൾ പരിശോധിക്കുക, ഇടത്തേക്ക് സിഗ്നൽ ചെയ്യുക, തുടർന്ന് തിരിയുക. അടുത്ത ചോദ്യം. PSL തത്വം അനുസരിച്ച് ഒരു അപകട സാധ്യതയെ സമീപിക്കുമ്പോൾ നിങ്ങളുടെ വേഗത എന്തായിരിക്കണം? ഓപ്ഷൻസ് നോക്കാം. അപകടം വേഗത്തിൽ ഇല്ലാതാക്കാൻ വേഗത കൂട്ടുക, സ്ഥിരമായ വേഗത നിലനിർത്തുക, സാഹചര്യത്തെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ വേഗത ക്രമീകരിക്കുക, സാധ്യമായ ഏറ്റവും കുറഞ്ഞ വേഗതയിലേക്ക് ഉടൻ വേഗത കുറയ്ക്കുക. ആൻസർ സാഹചര്യത്തെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ വേഗത ക്രമീകരിക്കുക. അടുത്ത ചോദ്യം. PSL കാര്യക്രമം
അനുസരിച്ച് ലുക്ക് ഘട്ടം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഓപ്ഷൻസ് നോക്കാം. നിങ്ങൾ ശരിയായ വേഗതയിലാണ് പോകുന്നതെന്ന് ഉറപ്പാക്കാൻ, നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ബ്ലൈൻഡ് സ്പോട്ടിലോ അപകടകരമായ സ്ഥാനങ്ങളിലോ ആരും ഇല്ലെന്ന് ഉറപ്പാക്കാൻ, റോഡിന് ആവശ്യത്തിന് വീതിയുണ്ടോ എന്ന് പരിശോധിക്കാൻ, നിങ്ങളുടെ കണ്ണാടികൾ ക്രമീകരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കാൻ. ആൻസർ: നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ബ്ലൈൻഡ് സ്പോട്ടിലോ അപകടകരമായ സ്ഥാനങ്ങളിലോ ആരും ഇല്ലെന്ന് ഉറപ്പാക്കാൻ. അടുത്ത ചോദ്യം: എപ്പോഴാണ് നിങ്ങൾ MSM ദിനചര്യ ഉപയോഗിക്കേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. നിങ്ങൾ തിരിയാനോ മറികടക്കാനോ ദിശ മാറ്റാനോ ആസൂത്രണം ചെയ്യുന്ന ഓരോ തവണയും, ഓവർടേക്ക് ചെയ്യുമ്പോൾ മാത്രം, റെസിഡൻഷ്യൽ ഏരിയകളിൽ വാഹനമോടിക്കുമ്പോൾ, കാരിയേജ് വേകളിൽ മാത്രം. ആൻസർ: നിങ്ങൾ തിരിയാനോ മറികടക്കാനോ ദിശ മാറ്റാനോ ആസൂത്രണം ചെയ്യുന്ന ഓരോ തവണയും. അടുത്ത ചോദ്യം നോക്കാം. കാറുകളിൽ യാത്ര ചെയ്യുമ്പോൾ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു സുപ്രധാന സുരക്ഷാ ഉപകരണം താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻസ് നോക്കാം. ചൈൽഡ് സീറ്റ് ബെൽറ്റ്, ചൈൽഡ് റെസ്ട്രെയിൻറ്റ് സിസ്റ്റം, ബേബി ഓൺ ബോർഡ് സൈനേജ്, ചൈൽഡ് ഹെഡ് റെസ്റ്റ്. ആൻസർ: ചൈൽഡ് റെസ്ട്രെയിൻറ്റ് സിസ്റ്റം. അടുത്ത ചോദ്യം: ചരക്കുകളുടെയോ യാത്രക്കാരുടെയോ ഒരു പ്രത്യേക ഗതാഗത ആവശ്യകതയ്ക്കായി നിർമ്മിച്ചതോ രൂപമാറ്റം വരുത്തിയതോ ആയ ഒരു മോട്ടോർ വാഹനത്തെ എന്നു പറയുന്നു? ഓപ്ഷൻസ് നോക്കാം. ചരക്ക് വാഹനം, ഓൾട്ടേർഡ് വെഹിക്കിൾ, പൊതുസേവന വാഹനം, പ്രത്യേക ഉദ്ദേശ വാഹനം. ആൻസർ: പ്രത്യേക ഉദ്ദേശ വാഹനം. അടുത്ത ചോദ്യം നോക്കാം. ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള അപേക്ഷ ആണ് നൽകേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. ഫോം 1, ഫോം 2, ഫോം 3, ഫോം 4. ആൻസർ: ഫോം 2. അടുത്ത ചോദ്യം: താഴെ പറയുന്ന രേഖകളിൽ ഒരു ലേണേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനുള്ള വിലാസവും പ്രായവും തെളിയിക്കുന്നതിനായി പരിഗണിക്കാത്ത രേഖകൾ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ആധാർ കാർഡ്, ഇലക്ട്രൽ റോൾ, ലൈഫ് ഇൻഷുറൻസ് പോളിസി, വൈദ്യുതി അല്ലെങ്കിൽ ടെലിഫോൺ ബില്ലുകൾ. ആൻസർ: വൈദ്യുതി അല്ലെങ്കിൽ ടെലിഫോൺ ബില്ലുകൾ. അടുത്ത ചോദ്യം: ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്ന സമയം എപ്പോൾ? ഓപ്ഷൻസ് നോക്കാം. കാലഹരണപ്പെടുന്നതിന് 1 വർഷം മുൻപ്, കാലഹരണപ്പെട്ട തീയതി കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ. മുകളിൽ കൊടുത്തിരിക്കുന്ന രണ്ടും ശരിയാണ്, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല.
ആൻസർ മുകളിൽ കൊടുത്തിരിക്കുന്ന രണ്ടും ശരിയാണ്. അടുത്ത ചോദ്യം, ഒരു മോട്ടോർ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷാ ഫോം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഫോം 19, ഫോം 20, ഫോം 21, ഫോം 22. ആൻസർ ഫോം 20. അടുത്ത ചോദ്യം, തേർഡ് രജിസ്ട്രേഷൻ മാർക്ക് ഉൾപ്പെടെയുള്ള ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് എന്നു മുതലാണ് വാഹനത്തോടൊപ്പം വാഹനം നിർമ്മാതാക്കൾ നൽകുന്നത്? ഓപ്ഷൻസ് നോക്കാം. 2018 ഏപ്രിൽ 1-ാം തീയതി മുതൽ, 2018 ഒക്ടോബർ 1-ാം തീയതി മുതൽ, 2019 ഏപ്രിൽ 1-ാം തീയതി മുതൽ, 2019 ഒക്ടോബർ 1-ാം തീയതി മുതൽ. ആൻസർ 2019 ഏപ്രിൽ 1-ാം തീയതി മുതൽ. അടുത്ത ചോദ്യം നോക്കാം. ചരക്ക് വാഹനങ്ങളുടെ മുന്നിൽ ഘടിപ്പിച്ച ടോപ്പ് ലൈറ്റുകളുടെ നിറം ആകുന്നു? ഓപ്ഷൻസ് നോക്കാം. വെള്ള, മഞ്ഞ, പച്ച, ചുവപ്പ്. ആൻസർ വെള്ള. അടുത്ത ചോദ്യം, ആണ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഫോം? ഓപ്ഷൻസ് നോക്കാം. ഫോം 40, ഫോം 51, ഫോം 59, ഫോം 59A. ആൻസർ ഫോം 59. ലാസ്റ്റ് ചോദ്യം, ഭാരത് സ്റ്റേജ് 6 മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിർമ്മിക്കുന്ന വാഹനങ്ങൾക്ക് പുകമലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ആകുന്നു? ഓപ്ഷൻസ് നോക്കാം. 6 മാസം, 1 വർഷം, 18 മാസം, 2 വർഷം. ആൻസർ 1 വർഷം. ഈ ലെവലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്.